ഹായ് എവരിവൺ, ശ്വേതൻ ടാരോട്ടിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഇവർക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചത്, നിങ്ങളറിയാതെ നിങ്ങളുടെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണ്, നിങ്ങളുടെ ഓരോ നീക്കങ്ങളും നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നത് ആരാണ് എന്ന് നോക്കാം. നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന എന്താണ്, ആരാണ് നിങ്ങളുടെ കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് നിൽക്കുന്നത്. ഇവിടെ ഓവറോൾ എനർജി വന്നത് ക്യൂൻ ഓഫ് സോഡിൻ്റെ എനർജിയാണ്. ക്യൂൻ ഓഫ് സോഡിൻ്റെ എനർജി പറഞ്ഞാൽ പല കാര്യങ്ങളും നിങ്ങൾ നിങ്ങളുടെ കൺട്രോളിൽ തന്നെ നിൽക്കണം എന്നാണ് ഇവിടെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ കൺട്രോളിൽ നിന്നെങ്കിൽ മാത്രമേ മറ്റുള്ള വ്യക്തികൾക്കോ മറ്റുള്ള നെഗറ്റീവ് എനർജികൾക്കോ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പ്രവേശിക്കാതിരിക്കാൻ സാധിക്കുകയുള്ളൂ. നിങ്ങൾ എല്ലാ കഴിവുള്ള വ്യക്തികളാണ്. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി പ്രവർത്തിക്കേണ്ടതുണ്ട്. ബുദ്ധിപൂർവ്വം കൈകാര്യം ചെയ്യാൻ കഴിവുള്ള വ്യക്തികളാണ്. അതുകൊണ്ട് നിങ്ങളിലേക്ക് വരുന്ന ഏത് എനർജിയെയും നിങ്ങൾക്ക് ഉപകാരമല്ലാത്ത നിങ്ങളെ വേദനിപ്പിക്കുന്ന ആ ഒരു ശക്തികളിൽ നിന്ന് നിങ്ങൾ മാറി നിൽക്കേണ്ടതാണ്. പുതിയ തുടക്കത്തിലേക്ക് കടക്കാൻ വേണ്ടി ശ്രമിക്കുന്ന വ്യക്തികളെയാണ് കാണുന്നത്. ഇവിടെ ആദ്യം തന്നെ വന്നിട്ടുള്ളത് ഒരു 9 ഓഫ് വാൺസിൻ്റെ എനർജി. 9 ഓഫ് വാൺസിൻ്റെ എനർജി എന്ന് പറയുമ്പം നിങ്ങൾ ഒരുപാട് പ്രതീക്ഷയോടെയാണ് പല കാര്യങ്ങളിലേക്കും കടക്കാൻ ശ്രമിക്കുന്നത്. ഒരുപാട് പ്രതീക്ഷ നിങ്ങൾക്കുണ്ട്. മുന്നോട്ടുള്ള ജീവിതത്തെക്കുറിച്ച് നിങ്ങൾക്ക് ഓർക്കുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട്. അതിനനുസരിച്ച് മുന്നോട്ട് പോകണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതിനുവേണ്ട തയ്യാറെടുപ്പായി നിൽക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നിട്ട് അതെല്ലാം അനുഭവിച്ചിട്ട് പുറത്ത് കടക്കുന്ന വ്യക്തികളാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ വരുന്നത് കൊണ്ടും നിങ്ങൾക്ക് ആ ഒരു കാര്യവുമായിട്ട് മുന്നോട്ട് പോയാൽ എന്തെങ്കിലും പ്രശ്നം വരുമോ എന്ന് ചിന്തിക്കുന്നുണ്ട്. പല കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്ന ഒരു സാധ്യത ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ആഗ്രഹിച്ച ജീവിതത്തിലേക്ക് കടക്കാനുള്ള ഒരു സാധ്യത ഇവിടെ കാണുന്നുണ്ട്. പക്ഷെ നിങ്ങൾക്ക് ഒരുപാട് സ്ട്രഗിളിങ് കഴിഞ്ഞ് പുറത്ത് കടന്ന വ്യക്തികളാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ പഴയ കാര്യം ഓർത്ത് പേടിയാകുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ആഗ്രഹിച്ചൊരു ജീവിതത്തിലേക്ക് കടക്കാനും ആഗ്രഹിച്ച ഒരു വ്യക്തിയുമായിട്ട് ഒരുമിച്ച് ജീവിക്കാനും ആഗ്രഹിച്ച ജോലിയിലേക്ക് കടക്കുന്ന സാഹചര്യം, പല സാഹചര്യങ്ങളും ഉണ്ട്. പക്ഷെ നിങ്ങളെ കൺട്രോൾ ചെയ്യാൻ വ്യക്തികൾ ഉള്ളതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ ഇഷ്ടപ്പെട്ട ഒരു ജീവിതം ജീവിക്കാൻ അനുവദിക്കാതെ കൺട്രോൾ ചെയ്യുന്നു. അത് കുറച്ച് സ്ട്രിക്റ്റും സ്ട്രോങ്ങുമായ രണ്ട് വ്യക്തികളെയാണ് ഇവിടെ കാണാൻ. ചിലർക്ക് അത് ഒരു ലേഡി ആയിരിക്കാം, ചിലർക്ക് അതൊരു പുരുഷനായിരിക്കാം, പേരൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഹസ്ബൻഡ് ആയിരിക്കാം, വൈഫ്, അങ്ങനെ അല്ലെങ്കിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഏതായാലും ഒരു കൺട്രോളിലാണ് നിങ്ങൾ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളിലേക്ക് വരുന്ന ആ സാധ്യതകളുമായി മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് ഒരു ഭയപ്പാടുണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് വിഷമം അനുഭവിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളിലേക്ക് മുന്നോട്ട് വെച്ച് നീട്ടുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് സ്വീകരിക്കാൻ പേടി. ആ വെച്ച് നീട്ടുന്ന പറഞ്ഞാൽ നിങ്ങളിലേക്ക് പല കാര്യങ്ങളും വരുന്നുണ്ടാവും. ആ ഒരു കാര്യവുമായി പോയാൽ മറ്റുള്ളവർ അത് ചിലപ്പോൾ കൂടെ തന്നെയുള്ള ഫാമിലിയുള്ളവരായിരിക്കാം. അപ്പോൾ എന്ത് വിചാരിക്കും, അല്ലെങ്കിൽ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകുമോ, അത് ചിലപ്പോൾ വിവാഹ സംബന്ധമായിരിക്കാം, ഇഷ്ടപ്പെട്ട വ്യക്തിയുമായിട്ട് ഒരുമിച്ച് ജീവിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് മാനിഫെസ്റ്റ് ചെയ്തൊരു കാര്യം സാമ്പത്തികപരമായിട്ട് ഒരു മുന്നോട്ട് പോകണം എന്ന് ആഗ്രഹിച്ചത് മുതിർന്ന വ്യക്തികൾ സമ്മതിക്കാത്തതാവാം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവിടെ കാണാം. ആ ഒരു കാര്യങ്ങൾ കൊണ്ട് നിങ്ങൾക്കൊരു പേടിയും ഭയവും ഒക്കെ ഉള്ളതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ ആഗ്രഹിച്ച ജീവിതത്തിലേക്ക് കടക്കാൻ വേണ്ടി നിങ്ങൾ റിസ്ക് എടുക്കേണ്ടതുണ്ട്. നിങ്ങൾ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളും തടസ്സങ്ങളും ഒന്നും നോക്കാതെ നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹിച്ച കാര്യത്തിലേക്ക് കടന്നേ മതിയാകൂ.
എന്തും എന്തും വരട്ടെ എന്നൊരു തീരുമാനത്തിൽ മുന്നോട്ടെടുത്ത് നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്നതും ആ ഒരു കാര്യത്തിനാല് നിങ്ങൾക്ക് മുന്നോട്ടുള്ള വിജയം ഉറപ്പാക്കാൻ സാധിക്കും എന്ന് നിങ്ങളുടെ മനസ്സിൽ തോന്നുന്നു. അതിനുള്ള നിങ്ങൾക്ക് ചങ്കൂറ്റം ഉണ്ടെങ്കിൽ ആ ഒരു കാര്യവുമായിട്ട് മുന്നോട്ട് പോയാൽ നിങ്ങളുടെ ജീവിതത്തിൽ സക്സസ് ഉണ്ടാകും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ അതിനുവേണ്ടി നിങ്ങൾ മുന്നോട്ടെടുക്കുന്ന കാര്യത്തിന് വേണ്ടി നന്നായിട്ട് റിസ്ക് എടുക്കണം. ആ റിസ്ക് എടുത്തെങ്കിൽ ആഗ്രഹിച്ച രീതിയിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കുള്ളൂ. റിസ്ക് എടുക്കുക എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ജോലി കാര്യത്തിനായിരിക്കാം, ചിലപ്പോൾ സാമ്പത്തികത്തിനായിരിക്കാം, ചിലപ്പോൾ ഒരു ഫാമിലി നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനായിരിക്കാം, ചിലപ്പോൾ ഇഷ്ടപ്പെട്ട വ്യക്തികളുമായിട്ട് ഒരുമിച്ച് ജീവിക്കുന്നതിന് വേണ്ടി അങ്ങനെ പല സാഹചര്യങ്ങളും ഇവിടെ കാണുന്നുണ്ട്. അപ്പം ആ ഒരു സാഹചര്യത്തെ നിങ്ങൾക്ക് അനുയോജ്യമായതാണ്. നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പോകുന്നതിൽ ഒരു തെറ്റുമില്ല. ആ ഒരു ആഗ്രഹിച്ച കാര്യം ആയിട്ട് മുന്നോട്ട് പോയാൽ ആ ഒരു കാര്യത്തിനാൽ നിങ്ങൾക്ക് സക്സസ് ഉണ്ടാകും എന്ന് ഉറപ്പുണ്ടെങ്കിൽ മറ്റുള്ളവരെ പേടിക്കുകയോ ഭയപ്പെടുകയോ ചെയ്യേണ്ട എന്നിവിടെ പറയുന്നുണ്ട്. കാരണം നിങ്ങളോട് സെൽഫ് ലവ് ചെയ്യാനാണ് പറയുന്നത്, സ്വയം സ്നേഹിക്കാൻ പറയുന്നുണ്ട്. നിങ്ങൾ സ്വന്തം കാര്യങ്ങളെ മനസ്സിലാക്കി മുന്നോട്ട് പോകാനാണ് പറയുന്നത്. നിങ്ങൾ നിങ്ങളെ സ്നേഹിച്ചില്ലെങ്കിൽ മറ്റാരും നിങ്ങളെ സ്നേഹിക്കാൻ ഉണ്ടാവുകയില്ല എന്നിവിടെ കാണുന്നുണ്ട്. നിങ്ങൾക്ക് എതിർത്ത് നിൽക്കുന്ന വ്യക്തികൾ എന്ന് പറയുന്നത് ഒന്നുകിൽ നിങ്ങളുടെ ഫാമിലിയിലുള്ള വ്യക്തികൾ, മുതിർന്ന വ്യക്തികൾ, പാരൻസ് ആവാം, രണ്ടാൾ ഇവിടെ കാണുന്നുണ്ട്. അല്ലെങ്കിൽ ഫാമിലിയിലുള്ള വ്യക്തി, ഹസ്ബൻഡോ വൈഫോ ആരുമാകാം, അല്ലെങ്കിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആകാം. ഈ ഒരു സാഹചര്യമാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളെ മനസ്സിലാക്കി നിങ്ങളുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് മുന്നോട്ട് പോകാൻ പറയുന്നുണ്ട്. നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കുമ്പോഴേ മറ്റുള്ളവരും നിങ്ങളെ മനസ്സിലാക്കുകയുള്ളൂ. നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളിലേക്ക് അതിനുവേണ്ടി സമയം കൊടുത്ത് അതിനുവേണ്ടി പ്രവർത്തിച്ച് അത് മനസ്സിലാക്കി പ്രവർത്തിച്ചാൽ മറ്റുള്ളവർ കൂടെ അത് അംഗീകരിച്ച് നിങ്ങളുടെ കൂടെ നിൽക്കും. അങ്ങനെ നിങ്ങളുടെ സഹായത്തിനും നിങ്ങളുടെ മുന്നോട്ടുള്ള ജീവിതത്തിനോ ഹെൽപ്പുമായിട്ട് ഒരു വ്യക്തി വരുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അത് പാസ്റ്റിൽ നിന്നുള്ള ഒരു വ്യക്തിയായിട്ട് ഇവിടെ കാണുന്നത്, സോൾമേറ്റ് കണക്ഷൻ ആയിട്ടാണ് കാണുന്നത്. നിങ്ങൾക്ക് സഹായകവുമായി വരുന്നതായിട്ട് അവിടെ കാണാൻ സാധിക്കുന്നത്, അല്ലെങ്കിൽ ഒരു സ്നേഹവുമായി വരുന്ന ഒരു വ്യക്തിയായിട്ട് അവിടെ കാണാൻ സാധിക്കുന്നത്. ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളെ ഇവിടെ കാണുന്നുണ്ട്. അതിൽ പുതിയ പ്രണയം പറയണം, ഇതുവരെ പറയാതിരുന്ന ഒരു കാര്യം, പറയാൻ പേടിച്ചു നിന്നിരുന്ന ഒരു കാര്യം, പറഞ്ഞാൽ എന്ത് വിചാരിക്കും എന്ന് ചിന്തിച്ചിരുന്ന ഒരു കാര്യം, ആ ഒരു കാര്യം ഇപ്പോൾ തുറന്നു പറയുന്ന ഒരു സാഹചര്യമാണ്. അതിനാലെ മുന്നോട്ട് പോകാം എന്ന് തീരുമാനിച്ച് എന്തും വരട്ടെ ആ പേടിയൊക്കെ മാറ്റി മുന്നോട്ട് പോകാനാണ് പറയുന്നത്. അത് നിങ്ങൾക്ക് നല്ലതാണെങ്കിൽ മുന്നോട്ട് പോകാം. പല കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ശ്രമിച്ച് നിൽക്കുന്നുണ്ടെങ്കിലും കൂടി ചിലപ്പോൾ അത് ജോലി സംബന്ധമായ കാര്യമാണ്, അതുമായിട്ട് മുന്നോട്ട് പോകാൻ നിങ്ങൾ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾക്ക് ട്രാപ്പിൽ പെട്ടൊരവസ്ഥ, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യത്തിലേക്ക് കടക്കാൻ വേണ്ടി നിങ്ങൾക്ക് എന്തോ ഒരു താമസമോ, നിങ്ങൾ സ്വയം ഒരു കെട്ടിയിടപ്പെട്ടൊരവസ്ഥയിലോ, അല്ലെങ്കിൽ നിങ്ങളെ ആരെയും ബന്ധിക്കപ്പെട്ടൊരവസ്ഥയിലോ, അത് മുന്നോട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥ, ആരെയും തടസ്സം നിൽക്കുന്നതോ അങ്ങനെയൊക്കെ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ആഗ്രഹിച്ച കാര്യമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കാതെ ജോലി സംബന്ധമാവാനും സാധ്യതയുണ്ട്, പ്രണയമാവാനും സാധ്യതയുണ്ട്. നിങ്ങൾ ആഗ്രഹിച്ച ഒരു എന്ത് കാര്യം, നിങ്ങൾ ആഗ്രഹിച്ച സ്ഥലം വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ട്, അപ്പൊ അതിന് തടസ്സമായി നിൽക്കുന്നുണ്ട്. അല്ലെങ്കിൽ വീട് വെക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്, അതിന് തടസ്സമായി നിൽക്കുന്നുണ്ട്. അല്ലെങ്കിൽ പുതിയ സ്ഥാപനം തുടങ്ങണം എന്ന് ആഗ്രഹിച്ച്, അങ്ങനെ ഒരുപാട് തടസ്സങ്ങൾ അവിടെ കാണാൻ സാധിക്കും. അതിൽ പ്രണയം പറയട്ടെ, ഇതിൽ വീട്ടുകാരെ സമ്മതിക്കുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ സെപ്പറേഷൻ നിൽക്കുന്നവർ ഒരുമിച്ച് ജീവിക്കുക, അതിന് തടസ്സം, അങ്ങനെ കുറേ തടസ്സങ്ങൾ അവിടെ കാണാൻ സാധിക്കുന്നു. ആഗ്രഹിച്ച ജീവിതത്തിൽ ജോലി സംബന്ധമായ കാര്യവും ആവാൻ സാധിക്കും. അത് നിങ്ങളിലേക്ക് വരാനൊരു എന്തോ ട്രാപ്പിൽ പെട്ട് കിടക്കുന്ന ഒരവസ്ഥ. കാരണം നിങ്ങളുടെ മനസ്സിൽ നെഗറ്റീവായ ചിന്ത, നിങ്ങൾക്ക് അതുമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയുമോ, ആ ഒരു കാര്യവുമായിട്ട് പോയാൽ സക്സസ് ഉണ്ടാകുമോ, ഇനി എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമോ എന്നിങ്ങനെ ചിന്തിച്ചുകൊണ്ടേ നിൽക്കുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്തത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ മനസ്സ് വെച്ചാൽ നിങ്ങൾക്ക് ഈ രണ്ട് കൈയും കെട്ടിവെച്ചതിൽ നിന്ന് പുറത്തെടുക്കാൻ സാധിക്കും എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾ സ്വയം മനസ്സ് വെച്ചാൽ നിങ്ങൾക്ക് ഈ ബന്ധനത്തിൽ നിന്ന് പുറത്തു കടക്കാൻ കഴിയും. നിങ്ങൾ ഈ പേടിയും ഭയവും മറ്റുള്ളവരെ പേടിച്ച് നടക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് ആഗ്രഹിച്ച രീതിയിലേക്ക് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കാത്തത് എന്നിവിടെ കാണുന്നുണ്ട്. ഒരുപാട് നിരാശയും വിഷമങ്ങളും വേദനയുമായി നിൽക്കുന്ന വ്യക്തികളെയാണ് ഇവിടെ കാണാൻ സാധിക്കും. ഒരു ആഗ്രഹിച്ച കാര്യത്തിലേക്ക് കടക്കാൻ കഴിയാതെ വേദനിച്ചും വിഷമിച്ചും നിൽക്കുന്ന വ്യക്തികൾ, ചില കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പറയാൻ പറ്റാതെ വിഷമിച്ചിരിക്കുന്ന വ്യക്തികൾ,
അല്ലെങ്കിൽ മറ്റുള്ളവർ മുഖേന വേദന അനുഭവിക്കേണ്ട വ്യക്തി, അത് പുറത്ത് പറയാൻ പറ്റാത്തൊരു സാഹചര്യം, അല്ലെങ്കിൽ സ്വന്തം അവസ്ഥകൾ മറ്റുള്ളവരോട് പറഞ്ഞാൽ അവരവരുടെ വില നശിക്കുമോ, മറ്റുള്ളവർ അംഗീകരിക്കുമോ എന്നുള്ള ഒരു പേടി, ഭയം, ഇങ്ങനെയൊക്കെ ഒരുപാട് നിരാശ, ഒരുപാട് രഹസ്യങ്ങൾ മനസ്സിൽ സൂക്ഷിക്കുന്നതായിരിക്കും. ആരോടും പറയാൻ പറ്റാതെ കുറേ രഹസ്യങ്ങൾ മനസ്സിൽ സൂക്ഷിക്കുന്ന വ്യക്തികളെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. യൂണിവേഴ്സ് പറയുന്ന ഇത്തരം ഒരു സാഹചര്യങ്ങളിൽ നിങ്ങൾ തീർച്ചയായിട്ടും പുറത്ത് കടക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ ഈ ഒരു സാഹചര്യം അതിശക്തമായി തന്നെ എന്ത് തടസ്സങ്ങളുണ്ടെങ്കിലും അത് മാറ്റി പുറത്ത് കടക്കാൻ പറയും. നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ വേദനിക്കുന്നത്, വിഷമിക്കുന്നത് എന്ന് യൂണിവേഴ്സ് നിങ്ങളോട് ചോദിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ആ ഒരു സാഹചര്യത്തിൽ നിന്ന് നിങ്ങൾ പുറത്ത് കടക്കൂ. എന്ത് വന്നാൽ നിങ്ങൾ നേരിടാൻ തയ്യാറുള്ള, അതിന് കഴിവുള്ള വ്യക്തികളാണ്. ആരെന്ത് എതിർക്കാൻ വന്നാലും അത് നിങ്ങൾക്ക് മനസ്സിലാവുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ കഴിയുകയും ചെയ്യുന്ന വ്യക്തികളെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അങ്ങനെ നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചിരുന്നത്, നിങ്ങൾ ആഗ്രഹിച്ച വ്യക്തിയിൽ നിന്നൊരു സ്നേഹമായിരിക്കാം, നിങ്ങൾ ആഗ്രഹിച്ച ഒരു ജീവിതമായിരിക്കാം, നിങ്ങൾ ആഗ്രഹിച്ച ഒരു ഫാമിലി ലൈഫായിരിക്കാം, അത് സെപ്പറേഷനിൽ നിൽക്കുന്നവരതാണ് പറയുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച സാമ്പത്തികമാകാം, ജോലിയാകാം, നിങ്ങളിൽ നിന്ന് എന്താണോ നഷ്ടപ്പെട്ടു പോയത്, നിങ്ങൾക്ക് എന്താണോ കിട്ടാതിരുന്നത്, നിങ്ങൾക്ക് എന്താണോ കിട്ടുമോ ഇല്ലയോ എന്നുള്ളൊരു ആശങ്ക, ഈ ആശങ്കയിൽ നിന്ന് നിങ്ങൾക്ക് പുറത്ത് കടക്കാൻ തീർച്ചയായിട്ടും കഴിയും. അത് നിങ്ങളിലെ ഈ നെഗറ്റീവ് എനർജി, നിങ്ങളുടെ മനസ്സിലെ നെഗറ്റീവായ ചിന്ത ഇവിടെ കാണുന്നത് നിങ്ങളിലെ പേടി, ഭയം, എല്ലാ കാര്യങ്ങളും തുറന്നു പറയാനുള്ള മടി. അപ്പൊ ഇത്തരം സാഹചര്യങ്ങൾ മാറ്റി ചങ്കൂറ്റത്തോടെ നിങ്ങളോട് മുന്നോട്ട് ഇറങ്ങാനാണ് പറയുന്നത്. എന്ത് കാര്യം ആയാലും അത് നേരിട്ട് മുന്നോട്ട് പോയാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യം നിങ്ങളെ തേടി വരും. നിങ്ങളിൽ നിന്ന് എന്താണോ നഷ്ടപ്പെട്ടത്, നിങ്ങൾക്ക് എന്താണോ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നത്, അത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അങ്ങനെ നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഫാമിലി ലൈഫിൽ ഒരു സന്തോഷം വരണമെങ്കിൽ നിങ്ങൾക്ക് സാമ്പത്തികം വേണം, പരസ്പരമുള്ള സ്നേഹം വേണം, ഐക്യം, ജോലി, ഈ എല്ലാവരും ഒത്തൊരുമിച്ചുള്ള ഒരു വീട്, അത് താമസിക്കാനുള്ള ഇത്തരം ഒരു സാഹചര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് വരണം. എന്നാൽ നിങ്ങൾക്ക് സന്തോഷമാകും. ആ ഒരു സാഹചര്യം നിങ്ങളിലേക്ക് വരുന്നു. നിങ്ങൾ എന്തിനു വേണ്ടിയാണോ ഇതുവരെ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നത്, നിങ്ങളിലേക്ക് എന്താണോ ഇതുവരെ വരാൻ തടസ്സമായി കൊണ്ടിരുന്നത്, ചിലപ്പോൾ അത് ജോലി, ചില വ്യക്തികൾ ഇവിടെ 2 കാർഡ്സ് കാണുന്നുണ്ട്. ഒരു യൂണിഫോം ഒക്കെ ഇട്ട് ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്ന വ്യക്തികൾ, ആ വ്യക്തികളിലേക്ക് ആ ഒരു കാര്യം തീർച്ചയായിട്ടും വരും എന്നാണ് അവിടെ കാണുന്നത്. ആ ഒരു കാര്യത്തിന് വേണ്ടി നന്നായിട്ട് മാനിഫെസ്റ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. ആഗ്രഹിച്ച ജീവിതത്തിലേക്ക് കടക്കണമെങ്കിൽ നന്നായിട്ട് മാനിഫെസ്റ്റ് ചെയ്യാം, അതിനു വേണ്ടി പ്രവർത്തിക്കണം. അതിനെന്താണോ ആവശ്യം, അതിനെന്താണ് തടസ്സമായി നിൽക്കുന്നത്, ആ കാര്യങ്ങൾ മാറ്റി മുന്നോട്ട് പോകേണ്ടതുണ്ട്. അതിനുള്ള സമയമാണ്. അങ്ങനെ നിങ്ങൾ മെനക്കെടുകയാണെങ്കിൽ നിങ്ങളിലേക്ക് ആഗ്രഹിച്ച ആ ഒരു കാര്യം തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് വരും എന്നുള്ളത് ഉറപ്പാണ് ഇവിടെ കാണുന്നുണ്ട്. അതിനുവേണ്ടി നിങ്ങൾ ശ്രമിക്കാത്തത് കൊണ്ടാണ് നിങ്ങളിലേക്ക് പല കാര്യങ്ങൾ തടസ്സമായി നിൽക്കുന്നത്. നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്, ഈ ഒരു കാര്യത്തിൽ ഞാൻ കടന്നാൽ, ഇത്രയും ഞാൻ റിസ്ക് എടുത്ത് മുന്നോട്ട് കടന്നാൽ ആ ഒരു കാര്യം എനിക്ക് ജീവിതത്തിൽ സക്സസ് ഉണ്ടാവുമോ എന്ന് ചിന്തിച്ചുകൊണ്ടേ നിൽക്കുന്നുണ്ട്. പക്ഷെ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ എന്തിനു വേണ്ടിയാണോ എഫേർട്ട് ഇടുന്നത്, ആ ഒരു കാര്യത്തിന് വേണ്ടി എഫേർട്ട് ഇട്ടാൽ നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു സക്സസ്, നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു ജീവിതം നിങ്ങളെ തേടി വരും. നിങ്ങൾക്ക് സന്തോഷമുണ്ടാകും. നിങ്ങളിൽ എന്താണോ നഷ്ടപ്പെട്ടു പോയത് പാസ്റ്റിൽ നിന്ന്, ആ ഒരു കാര്യം നിങ്ങളിലേക്ക് തിരിച്ചു വരും എന്നാണ് പറയുന്നത്. നിങ്ങൾ ഒറ്റപ്പെടലിലും വേദനയിലും വിഷമത്തിലും ഒക്കെ ഇരിക്കുന്ന വ്യക്തികളെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ മനസ്സിന് സമാധാനമില്ല, സ്വസ്ഥതയില്ല, എന്തോ ഒരു ബുദ്ധിമുട്ട് നിങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ചിലപ്പോൾ സാമ്പത്തികമൊക്കെ ഉള്ള വ്യക്തികളായിരിക്കാം. അങ്ങനെയുള്ള വ്യക്തികളാണെങ്കിലും കൂടിയിട്ടും അവർക്കൊരു വിഷമം മനസ്സിലുണ്ട്. ഒരു കാര്യമായിട്ട് മനസ്സ് തുറന്ന് സ്നേഹിക്കാൻ ആരുമില്ല. മനസ്സിലെ സ്നേഹം മനസ്സിലാക്കി അതിന് ആ ഒരു സ്നേഹം തിരിച്ചു തരാൻ ആരില്ല. ഒരു വിഷമിച്ചിരിക്കുന്ന സമയത്ത് ഒരു ചെറിയൊരു സ്നേഹം, ഒരു സാന്ത്വന, ഒരു സംസാരം, ഒരു വിഷമം മനസ്സിലാക്കി പരസ്പരം ഒരു എല്ലാം മനസ്സിലാക്കി സംസാരിക്കാനുള്ള ഒരു കഴിവ് അങ്ങനെ ഒരു വ്യക്തി ഇല്ലാത്തത് കൊണ്ട്
നിങ്ങൾ ഒരുപാട് വിഷമിക്കുന്നതായിട്ട് കാണുന്നത്. ഇവിടെ തന്നെ പറയുന്നത് നിങ്ങൾ സ്നേഹിക്കപ്പെടാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാണ്. നിങ്ങൾക്ക് സ്നേഹിക്കാനും ആഗ്രഹമുണ്ട്, നിങ്ങളെ സ്നേഹിക്കപ്പെടുന്നതും നിങ്ങൾക്ക് ഇഷ്ടമുണ്ട്. പക്ഷെ നിങ്ങൾക്ക് അതിനുള്ള ഒരു സാധ്യത ഇവിടെ കാണുന്നില്ല. അതാണ് നിങ്ങൾക്ക് വിഷമം. ആ ഒരു കാര്യം കിട്ടുക, പക്ഷെ നിങ്ങളിലേക്ക് ആ ഒരു സ്നേഹം തിരിച്ചു വരും എന്നാണ് കാണുന്നത്. നിങ്ങൾ ഈ വിഷമിക്കുന്നതും വേദനിക്കുന്നതും ഒക്കെ വെറുതെയാണ്. ആ വേദനയും വിഷമവും കളഞ്ഞ് നിങ്ങളിലേക്ക് ഒരുപാട് കാര്യങ്ങൾ യൂണിവേഴ്സ് കൊണ്ടുതരുന്നുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, നിങ്ങൾ എന്തിനു വേണ്ടിയാണ് ഇപ്പോൾ വിഷമിച്ചുകൊണ്ടിരിക്കുന്നത്, ആ വിഷമം മനസ്സിൽ വെച്ചിരിക്കുന്നിടത്തോളം അത് തന്നെയാണ് കൂടി വരിക. അതുകൊണ്ട് നിങ്ങൾ എന്താണ് പോസിറ്റീവായി ചിന്തിക്കുന്ന ആ ഒരു കാര്യത്തിലേക്ക് നിങ്ങൾ കടക്കാനാണ് പറയുന്നത്. നിങ്ങളുടെ മാനിഫെസ്റ്റ് ചെയ്യണം. നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യത്തിന് വേണ്ടി നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യൂ. അത് നിങ്ങൾക്ക് സംഭവിച്ചു കഴിഞ്ഞു. ആ ഒരു സാഹചര്യത്തിലാണ് ഞാൻ ജീവിക്കുന്നത്. ആ ഒരു സന്തോഷമാണ് ഞാനിപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. എനിക്ക് തന്ന ഈ ഒരു സന്തോഷത്തിന് യൂണിവേഴ്സിന് ഞാൻ നന്ദി പറയുന്നു. എനിക്ക് ഇനിയും ഈ ഒരു സന്തോഷമുണ്ടാണ്, ഞാൻ അത്രയും സന്തോഷവാനാണ് എന്ന് എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുക. ആ ഒരു സമയത്ത് ആ ഒരു കാര്യമാണ് നിങ്ങളെ തേടി വരിക. ഇവിടെ ഒരു മജീഷ്യൻ്റെ എനർജിയാണ്. നിങ്ങൾ നന്നായിട്ട് മാനിഫെസ്റ്റ് ചെയ്യാനാണ് പറയുന്നത്. ആഗ്രഹിച്ച സന്തോഷം നിങ്ങളെ തേടി വരും. നിങ്ങൾ എന്തിനു വേണ്ടിയാണോ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് അതിനു വേണ്ടി ഈ മനസ്സിലെ നെഗറ്റിവിറ്റി, നിങ്ങളിലെ പേടി ഭയം, അതാണ് ഇവിടെ കാണുന്നത്. പേടി ഭയം എന്ന് പറയുന്നത് നിങ്ങളെ കൺട്രോളിലാക്കുന്ന വ്യക്തികളെയാണ് നിങ്ങൾ പേടിക്കുന്നത്. നിങ്ങളെ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തികൾ, അതായത് പേരൻസ് ആവാം, ഹസ്ബൻഡ് ആയിരിക്കാം, വൈഫ് ആയിരിക്കാം, തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആരും ആകാം. അത്തരമൊരു സാഹചര്യം, അങ്ങനെയുള്ള വ്യക്തികളെയാണ് നിങ്ങൾ പേടിച്ചും ഭയപ്പെട്ടും കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ ഒറ്റപ്പെട്ടു പോണത്. നിങ്ങളെ മനസ്സിലാക്കാതെ അവരുടെ കൺട്രോൾ, അവർ പറയുന്നത് കേട്ട്, അവർ പറയുന്നത് ശരിയാണ്, അവർ പറയുന്നത് മാത്രം ചെയ്യണം എന്നൊരു കർശന നടപടി ഇവിടെ കാണുന്നുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ പേടിയും ഭയവും ആഗ്രഹിച്ച രീതിയിലേക്ക് കടക്കാൻ കഴിയാത്തത്. നിങ്ങൾക്ക് അതിൽ നിന്ന് ആ ഒരു സാഹചര്യം നിങ്ങൾക്ക് സ്വയം പുറത്തിറങ്ങാനുള്ള കഴിവുള്ള വ്യക്തികളാണ്. നിങ്ങൾ ട്രാപ്പിൽ പെട്ടിരിക്കുന്നുണ്ടെങ്കിലും കൂടി നിങ്ങൾക്ക് പുറത്തിറങ്ങാനുള്ള കഴിവുണ്ട്. പക്ഷെ നിങ്ങൾ ഈ പുറത്തിറങ്ങുന്നില്ല എന്നാണ് അവിടെ കാണുന്നത്. നിങ്ങളുടെ മനസ്സിൽ നിരാശയാണ്, ആരോട് പറയാൻ പറ്റാത്ത എന്തൊക്കെയോ വിഷമങ്ങളാണ്. അത് മാറ്റാനാണ് നിങ്ങളോട് പറയുന്നത്. അത് മാറ്റിയാൽ നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു സന്തോഷത്തിലേക്ക് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇവിടെ കടക്കാൻ സാധിക്കും എന്നാണ് കാണുന്നത്. അത് നിങ്ങളെ രഹസ്യമായി നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഇത്തരം വ്യക്തികളാണ്. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കൺട്രോളിലേക്ക് വരിക. നിങ്ങൾക്കുള്ള ആ ഒരു ബുദ്ധിയും കഴിവും സാമർഥ്യവും എല്ലാം വെച്ച് നിങ്ങൾ മുന്നോട്ട് ഇറങ്ങിത്തിരിക്കാനാണ് പറയുന്നത്. നന്നായിട്ട് യൂണിവേഴ്സിൽ വിശ്വസിക്കുക, പ്രാർത്ഥിക്കുക. പ്രാർത്ഥനയുടെ ഫലം തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടും. ഇവിടെ ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ആണ് കാണുന്നത്. നിങ്ങൾ എന്താണോ കൊടുത്തത്, നിങ്ങൾ എന്താണോ എന്തിനു വേണ്ടിയാണ് എഫോർട്ട് ഇടുന്നത്, ആ ഒരു കാര്യം നിങ്ങളിൽ തീർച്ചയായിട്ടും വരും. നിങ്ങളുടെ ഒരു സോൾമേറ്റ് കണക്ഷൻ ആയ ഒരു വ്യക്തി കടന്നു വരുന്നത് ചിലപ്പോൾ അത് നിങ്ങളുടെ ഒരുമിച്ചുള്ള ജീവിതത്തിനോ അല്ലെങ്കിൽ ഒരു ജോലി സംബന്ധമായ കാര്യത്തിനോ നിങ്ങളെ സഹായിക്കാനോ അല്ലെങ്കിൽ പാസ്റ്റിൽ വ്യക്തി നിങ്ങളുമായിട്ട് ഒരുമിച്ച് ജീവിക്കാനും ഒരു സഹായവുമായിട്ട് വരുന്ന ഒരു വ്യക്തിയെ കാണുന്നത്. അതുകൊണ്ട് സ്വയം സ്നേഹിച്ച് സ്വന്തം കാര്യങ്ങളെ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോകാനാണ് ഇവിടെ പറയുന്നത്.